ിലേക്ക് വരാം. അതിനു മുമ്പ് ബാബു, അദ്ദേഹവും അർജുന്റെ വീടിന് സമീപമുള്ളയാളാണ്, കോഴിക്കോട്. ബാബു, ഇന്ന് പകൽ മുഴുവൻ നിങ്ങൾ ഈ രക്ഷാദൗത്യം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഒരു വേള ഒരു പ്രതീക്ഷ നൽകിയതാണല്ലോ. ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ബാബുവിന് എന്താണ് പറയുവാനുള്ളത്? നമ്മൾ തുടക്കം മുതൽ ഈ ചൊവ്വാഴ്ച മുതൽ നമ്മൾ അവിടെ 2 ദിവസം അവരവിടെ നമുക്ക് പല ഫോട്ടോസും കിട്ടിയത് പ്രകാരവും അവരവിടെ ദേശീയപാത നന്നാക്കുന്ന പ്രവൃത്തിയാണ് അവർ നടത്തിയിരുന്നത്. അവിടെ ആ സമയത്ത് കിട്ടിയ ശവശരീരങ്ങൾ എടുത്തു മാറ്റുക എന്നല്ലാതെ വേറൊരു പണിയും അവർ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രമുഖ വ്യക്തികളെല്ലാം ഭയങ്കര പ്രഷർ പ്രകാരം ഇന്നലെ വളരെ നല്ല രീതിയിൽ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടു. ആ പ്രതീക്ഷയായിരുന്നു നമുക്ക്. ഇന്നലെ രാത്രി ഈ 9 മണിക്ക് തന്നെ അവർ അവിടെ അവസാനിക്കുന്ന സമയത്ത് ഇന്ന് 5:30 അവർ ഈ രക്ഷാപ്രവർത്തന പ്രവൃത്തി തുടങ്ങുന്നതിന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 5:15 തന്നെ TV ഓൺ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഈ ആളെ കണ്ടുകിട്ടും എന്നുള്ള ഇതില്ല നമ്മൾ നിന്നിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ഒരു രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം നീങ്ങിയിട്ടില്ല. ഒന്നാമത് അവിടെ ഈ മറ്റുള്ള ഈ ചാനലുകാർ അവിടെ എത്തിപ്പെടാനൊക്കെ ഒരു പ്രയാസം പറയുന്നുണ്ട്. അവരെ അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു. അവരൊക്കെ അവിടെ എത്തിയതിന് ശേഷവും ഒക്കെയാണ് കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തനം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പോരാ, ഈ ലെവലിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ പ്രവൃത്തി നടത്തുക എന്നല്ലാതെ ഈ കഴിയാത്ത പ്രവൃത്തിയിൽ വേറെ എന്തെങ്കിലും അതിന് മേലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോന്നൊന്നും നോക്കുന്നില്ല. ഇതിപ്പം നമ്മൾ പറയാം, ഇതൊരു വലിയ സംഭവമാണ്. ഇന്ത്യയിൽ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ നടന്നിട്ട് പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക്, നമ്മൾ ഇന്ത്യന്റെ ഭാഗമല്ലേ, ആ സംസ്ഥാനങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അതിന്റെ മുകളിൽ വേറെ കേന്ദ്ര സേനയൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ പ്രകാരം അവർ പറയുന്നത്, ഇവർ വന്ന സമയത്ത് തന്നെ പറഞ്ഞത് ഇനി 2 ദിവസം കഴിയും ഇത് കണ്ടുകിട്ടാന്നുള്ള രൂപത്തിൽ അവർ പറയുന്നത്. അത് വളരെ ഇതാണ്. നമ്മളെല്ലാം ഇന്ന് തന്നെ കണ്ടുകിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. വളരെ ഇതായിരുന്നു. മണിക്കൂറുകളെല്ലാം വളരെ രീതിയിൽ നഷ്ടപ്പെടുകയാണ്. ഇനി ഞങ്ങൾ എന്ത് പ്രതീക്ഷയില്ലാതെ മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരി, ശ്രീ രവീന്ദ്രൻ, ഇന്ന് അർജുന്റെ കുടുംബത്തിന് മാധ്യമങ്ങളുടെ മുന്നിൽ വരേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇത്രയും ദുഃഖകരമായ ഒരു സമയത്തും ഇത് പോരാ, ഇങ്ങനെ പോരാ തെരച്ചിൽ, സൈന്യം തന്നെ വരണം എന്ന് അവർക്ക് ആവശ്യപ്പെടേണ്ട ഒരു ഗതികേടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് ഈ ഒരു വിഷമഘട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നത് അത് ഒഴിവാക്കേണ്ട ഒന്ന് തന്നെ ആയിരുന്നില്ലേ? ഈ രക്ഷാദൗത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവർക്ക് ഇങ്ങനെ വന്ന് അപേക്ഷിക്കേണ്ട ഒരു കാര്യം വരികയില്ലായിരുന്നു. അവർ എത്രമാത്രം പ്രതീക്ഷയിലായിരുന്നു ഇന്ന് ഈ ഒരു രക്ഷാദൗത്യം ഇന്നത്തെയോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നുവല്ലോ രാവിലത്തെ ആ ഒരു ആവേശം കണ്ടപ്പോൾ?